എല്ലാവർക്കും നമസ്കാരം. ശ്രീ ജേക്കബ് പുന്നൂർ സർ, ശ്രീ ആശ ഉണ്ണിത്താൻ രണ്ടുപേരുമാണ് ഇന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിബൗദ്ധികമായ ചർച്ചകൾക്ക് സ്ഥാനമില്ലാത്തൊരു വിഷയമാണ് ഇത്. പൊതുജനങ്ങളെ ഏറെ ബാധിക്കുന്ന ഒന്നാണ്. മാറുന്ന കാലത്ത് പോലീസ് മാറണ്ടേ എന്നത്. അപ്പോൾ നമുക്ക് അതിൽ ചർച്ച ആരംഭിക്കാമെന്ന് തോന്നുന്നു. ആദ്യം എനിക്ക് ജേക്കബ് പുന്നൂർ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സർ, പോലീസ് എന്നാൽ ഇപ്പോഴും എല്ലാവർക്കും ഭയമാണ്. പോലീസ് അങ്ങനെ ഭയപ്പെടേണ്ടതാണോ? പോലീസിനെ ഭയപ്പെടണോ വേണ്ടയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ഭരണകൂടത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും. ചില ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ പൊതുജനങ്ങൾ സൃഷ്ടിക്കുന്ന ഭയത്തെ ആശ്രയിച്ചാണ് ആ ഭരണകൂടങ്ങളുടെ നിലനിൽപ്പ്. നേരെ മറിച്ച് ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് ജനങ്ങളുടെ സമ്മതത്തെ ആശ്രയിച്ചാണെങ്കിൽ അവിടെ പോലീസിനെ ഭയക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഭരണകൂടത്തിൻ്റെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു ജനാധിപത്യ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ എന്ന് മാത്രമല്ല, ജനാധിപത്യ മൂല്യങ്ങൾക്ക് സമൂഹത്തിൽ വളരെ പ്രചാരവും പ്രാബല്യവുമുള്ള ഒരു സമൂഹമാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ പോലീസിനെ ഭയക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ ഞാൻ മോദിയോട് പറയാം. ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത്, നമ്മൾക്ക് പോലീസ് എന്ന് പറയുമ്പോഴുള്ള ആ ഒരു കാക്കിയിട്ട മനുഷ്യരോടാണ് പേടി. പക്ഷെ നിയമത്തെയാണ് നമ്മൾ ബഹുമാനത്തോടു കൂടി കാണേണ്ടതും നിയമമാണ് അനുസരിക്കേണ്ടതും. നിയമം നടപ്പാക്കുന്ന പോലീസിനെ അല്ല നമ്മൾ ഭയക്കേണ്ടത് എന്ന് തോന്നുന്നു. പലപ്പോഴും ഇപ്പറഞ്ഞ മൃദുഭാവേ ദൃഢകൃത്യേ എന്നതിൽ നിന്ന് മാറി അല്പം ദൃഢമായ കൃത്യങ്ങളോടുകൂടി മനുഷ്യരിലേക്ക് ഇടപെടുന്ന ഒരു സമൂഹമായി പോലീസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കൊളോണിയൽ ഭരണരീതി അല്ലെങ്കിൽ ഒരു രാജഭരണരീതി നിലനിന്നിരുന്ന ഒരു കാലത്ത് പോലീസിനെ ഭയപ്പെടുത്തിയായിരുന്നു ആ ഭരണങ്ങളെല്ലാം തന്നെ പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ ഭയത്തിൽ നിർത്തിയായിരുന്നു ആ ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നത്. അന്ന് അതിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചത്, കേരളത്തിൽ സംഭവിച്ചത്, അന്ന് ജോലി ചെയ്തിരുന്ന അതേ പോലീസുകാരാണ് 1947 ശേഷവും ഇവിടെ അതേ ജനങ്ങളുടെ ഇടയിൽ പോലീസിംഗ് പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ജനാധിപത്യ പോലീസിങ്ങിന് വേണ്ട അടിസ്ഥാന ഗുണങ്ങളോ അടിസ്ഥാന പരിചയമോ അടിസ്ഥാന ശീലങ്ങളോ ഇല്ലാത്ത വ്യക്തികളാണ് 47 ഓഗസ്റ്റ് 16 രാവിലെ ഓഗസ്റ്റ് 15 അണിഞ്ഞ അതേ കുപ്പായമിട്ട് പോലീസിങ്ങിനായി ഇറങ്ങിത്തിരിച്ചതും ജനങ്ങൾ അവരെ നോക്കിക്കണ്ടതും ഓഗസ്റ്റ് 14 എങ്ങനെ കണ്ടോ അങ്ങനെ തന്നെയുമാണ്. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. കഠിനമായിട്ടുള്ള ലോക്കപ്പ് മർദ്ദനങ്ങൾ, ക്രൂരതകൾ, ഇതൊക്കെ ഒരു ദിവസം കൊണ്ടൊന്നും മാറുന്ന കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് പോലീസിനെ സംബന്ധിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിൽ അമ്മമാർ തരുന്നതാണ്. ഇതുവരെ ഞാനീ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുവരെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മൾ അടിമത്ത കാലത്തിനോട് എത്ര അടുത്താണ് നമ്മൾ മനസ്സിലാക്കണം. വികാരം കൊണ്ട് ജനിച്ചു വീണ സമയത്തെ അന്തരീക്ഷം കൊണ്ട്, അവരുടെ മാതാപിതാക്കൾ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ട്, അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്ന പോലീസിനെ സംബന്ധിച്ചുള്ള ധാരണ കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഭരിച്ചവരാരും തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ പിറന്നു വീണ് വളർന്നവരല്ല. ഇനിയും ഒരുപക്ഷെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് അതിന് സ്ഥിതി മാറ്റം വരേക്കാം. നമ്മുടെ ആഭ്യന്തരമന്ത്രിമാരിൽ പോലും 3 പേർ മാത്രമാണ് ഇതുവരെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചവർ ആഭ്യന്തരമന്ത്രിമാർ ആയത്. അപ്പോൾ അങ്ങനെ ചരിത്രപരമായ ഒരു ഭാണ്ഡക്കെട്ട് പോലീസിൻ്റെ ആന്തരിക സംസ്കാരത്തിന്മേൽ കടുത്ത നിയന്ത്രണം പുലർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനാധിപത്യപരമായിട്ട് വളരെ വളർന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഒരു എറണാകുളത്തൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉള്ള രീതിയും 60 കൊല്ലം മുമ്പുണ്ടായിരുന്ന രീതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ വളരെ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേണ്ടത്രോളം മാറിയിട്ടില്ല. ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ മാറേണ്ടതായിരുന്നു. അപ്പോൾ കൂടുതൽ ജനാധിപത്യപരമായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവണതകൾക്ക് ജനങ്ങളുമായിട്ട് ഇടപെടുന്ന, ഭീതി കൂടാതെ ജനങ്ങളെ
ജനങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു പോലീസ് വേണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞേക്കാം. ഒരു രാജ്യത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ പൊതു സംസ്കാരം അളക്കുന്നതിന് ഒരു ചെറിയ അളവുകോലുണ്ട്. ആ അളവുകോല് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെല്ലാം കൂടി ഒരു കള്ളനെ പിടിച്ചാൽ ജനങ്ങൾ ആ കള്ളനോട് എങ്ങനെ പെരുമാറും. 2, ഒരു കുട്ടി വഴിയിൽ അതിന് വഴി അറിയാതെ പോകുന്നു, അതിൻ്റെ വഴി അറിയാതെ കുട്ടി പകച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ അർദ്ധരാത്രിക്ക് ഒരു ബസ് സ്റ്റേഷനിൽ ഇറങ്ങി നിരാലംബയായി നിൽക്കുന്നു. അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വയസ്സനായ ഒരാൾ അവശനായി റോഡ് സൈഡിൽ ഇരിക്കുന്നു. ഇവർ 3 പേരും സഹായത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമോ ഇല്ലയോ, ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമോ ഇല്ലയോ? ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുജന സംസ്കാരത്തിൻ്റെ അളവുകോൽ. നല്ല ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇവർ 3 പേരും പോലീസ് സ്റ്റേഷനിൽ പോകും. ബാക്കി ആദ്യത്തെ കള്ളനെ പിടിച്ചാൽ അവനെ അടിച്ച് നമ്മുടെ അട്ടപ്പാടിയിലെ മധുവിന് സംഭവിക്കാത്തതുപോലെ അവനെ പിടിച്ച് നിയമപരമായി അവനെ പോലീസ് സ്റ്റേഷനിലേക്ക്. കാലഘട്ടത്തിൽ ഇപ്പോഴും അങ്ങനെ ധൈര്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയില്ല എന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ധാരാളം പേര് പോകുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ചെല്ലുന്ന ആളുകളുടെ എണ്ണം മറ്റേത് സർക്കാർ ഓഫീസിൽ പോകുന്നതിനേക്കാൾ കൂടുതലാണ്. അതിലൊരു ചെറിയ ന്യൂനപക്ഷത്തിന് വളരെ മോശമായ അനുഭവം ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ധാരാളം ആളുകൾക്ക് നല്ല അനുഭവമാണ് ഉണ്ടാകുന്നത്. ഞാനിതിനെക്കുറിച്ച് സർവേകൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു 98-99% പോലും പോലും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കിട്ടിയ സമീപനത്തിൽ തൃപ്തരാണ്. പണ്ടാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയ എല്ലാവർക്കും അടി കൊള്ളുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ബാല്യകാലത്ത് ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ എത്ര അടി കിട്ടി എന്ന് മാത്രം എണ്ണിയാൽ മതി. കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല, എത്ര കിട്ടി എന്നുള്ളതിനെ പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ മാറി, വളരെ മാറിയിട്ടുണ്ട്. ഇനിയും അത് പൂർണ്ണമായിട്ട് മാറണം. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളെ അടിക്കുന്ന ഒരു സ്ഥലമല്ല, നിർഭയമായി കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് എന്ന് ഒരു ആളുകൾക്ക് വിശ്വസിക്കാവുന്ന ഒരു പൊതു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ ജോലി. തീർച്ചയായിട്ടും. അപ്പോൾ അത് സംബന്ധിച്ച് അഭിഭാഷക എന്നുള്ള നിലയിൽ, എഴുത്തുകാരി എന്നുള്ള നിലയിൽ പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? നമസ്കാരം. കേരള പോലീസ് 75 വർഷം മുൻപുള്ള ആരും കേരള പോലീസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ ആദ്യം പറയട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ കേരള പോലീസിലുണ്ട്. അവർ നമ്മളുടെ വീട്ടിലെ ആളുകളാണ്, നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ ആരെങ്കിലുമൊക്കെ തന്നെയാണ്. അഭ്യസ്തവിദ്യരായുള്ള ധാരാളം പോലീസുകാരുമുണ്ട്. എന്നാൽ അതേസമയം പോലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജോലിയാണ് എന്നൊരു ധാരണ അവരകത്തേക്ക് വരുന്നത് അതൊരു യൂണിഫോംഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ്. അവരിൽ തന്നെയുള്ള ആളുകൾ പറയുക, നിങ്ങൾ സിവിലിയൻസ്, ഞങ്ങൾ എക്സ്ട്രാ പ്രിവിലേജുള്ള യൂണിഫോംഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. ഇന്ത്യൻ പോലീസ് ഫോഴ്സാണ്, കേരള പോലീസ് ഫോഴ്സാണ്, സർവീസല്ല. സർവീസ് എന്ന രീതിയിലേക്ക് അത് മാറ്റണം എന്ന ചർച്ചയിൽ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ടിവിസ്റ്റുകൾ, വക്കീലന്മാരെ ആവശ്യപ്പെട്ട് സർവീസ് എന്നാക്കണമെന്നും പോലീസുകാരുടെ ഭാഗത്തുണ്ടായ നിർദ്ദേശം ഫോഴ്സ് എന്നാക്കണം എന്നാണ്. ഫോഴ്സ് ഈസ് ദർ, ആർമി ഫോഴ്സായിട്ടുണ്ട്, മറ്റ് സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ പോലീസിങ് ഒരു സർവീസ് അല്ല നമ്മുടെ നാട്ടിൽ നിന്നാണ് ആക്ട് തന്നെ പറയുന്നത്. അത് ഫോഴ്സായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഭയം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് കിട്ടുന്നത് എന്ത്? ഇപ്പം നമ്മളോട് ഏറ്റവും മോശമായി പെരുമാറുന്ന പോലീസുകാരൻ ഒരിക്കലും കേരള സംസ്ഥാനത്തിലെ DGP അല്ല. അപ്പോൾ DGP അല്ല, DGP നല്ല മനുഷ്യനാണ്. നമുക്കറിയാം, പൊന്നു സാറ് DGP ആയിരുന്ന ആളാണ്. നമ്മളോട് സംസാരിക്കുന്ന പോലീസുകാർ, നമ്മളോട് ഇടപെടുന്ന പോലീസുകാർ, നമ്മൾ ഇടപെടുന്ന പോലീസുകാർ ഒരു ലോക്കൽ സ്റ്റേഷനിലെ പോലീസുകാരും വഴിയിൽ ട്രാഫിക്കിന് നിൽക്കുന്ന പോലീസുകാരാണ്. അവർക്ക് എന്താണ് ലഭിക്കുന്നത്? അവരും മറ്റ് സർക്കാർ സർവീസ് പോലെ നമ്മളുടെയൊക്കെ തന്നെ ആളുകൾ PSC എഴുതി കയറിയതല്ലേ. അവർക്ക് എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? അതേ ജോലി ആലോചിച്ച് നോക്കുമ്പോൾ, അതായത് 8 മണിക്കൂർ ജോലി എല്ലാവർക്ക്, 8 മണിക്കൂർ ജോലി വളരെ കുറച്ച് പോലീസ് സ്റ്റേഷനിലേ ഉള്ളൂ. അവർക്കൊരു ആഴ്ചയിൽ കൃത്യമായി ഓഫ് കിട്ടുന്ന എത്ര പോലീസുകാരുണ്ട്? അതുപോലെ തന്നെ എന്നോട് മോശമായി പെരുമാറുന്ന പോലീസുകാരുണ്ട്. പക്ഷേ ആ പോലീസുകാരോട് മോശമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും പൊളിറ്റീഷ്യൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മോളിൽ നിന്ന് കിട്ടുന്നത് നമുക്ക്, താഴെ നിന്ന് കിട്ടുന്നത് പിന്നത്തെ ആൾക്ക്, ഏറ്റവും അവസാനത്ത് കിട്ടുന്ന ആൾ നമുക്ക്, ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ പോലീസ് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഒന്ന്, വലിയ ജോലിഭാരമുണ്ട്. ഈ ജോലിഭാരം മുഴുവനും ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലിരിക്കുന്ന പോലീസുകാർക്കല്ല. ജനമൈത്രി പോലീസ്, ഇപ്പം ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം പറയാം. നമ്മളുടെ സൈബർ പോലീസ് പുതിയ ഡിവിഷൻ വന്നു.
എത്ര പുതിയ പോലീസുകാരെ സൈബർ ഡിവിഷനിൽ അപ്പോയിൻറ്റ് ചെയ്തു? അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ദേ ആർ ഓൾ ഡിപ്ലോയിഡ് ഫ്രം അതർ വിങ്സ്, വേരിയസ് വിങ്സ്. അത് ഒരു സൈബർ പോലീസിങ് വരുന്ന സമയത്ത്, സൈബർ ഡിവിഷൻ വന്ന സമയത്ത് സൈബർ സെക്യൂരിറ്റി നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ സൈബർ മേഖലയിലെ ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ അവർ മിക്കവാറും ആ മേഖലയിലെ ബിടെക്കും അതിൻ്റെ അപ്പുറവും കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അവിടെ. അപ്പോൾ ഇത്തരം ആളുകൾ ഇരുന്ന് ചെയ്യുന്ന ഈ സ്കാം 2000 മേലെ കോടി രൂപ പോയി എന്നാണ് നമ്മളുടെ മുഖ്യമന്ത്രി പറയണത്. ഈ സ്കാമിലൂടെ, ഓൺലൈൻ സ്കാമിലൂടെ പോയത്. അപ്പോൾ അത്രമാത്രം കേസുകൾ, 20 കേസിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് ഒരു വർഷം റിപ്പോർട്ട്, ഈ വർഷം 2000-ലേറെ കേസുകൾ സൈബറിൽ റിപ്പോർട്ട് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ ക്രൈംസ് ഇപ്പോൾ സൈബറിലാണ്. പക്ഷേ ഈ 10ാം ക്ലാസ് +2 കഴിഞ്ഞ പോലീസുകാരനോ ഡിഗ്രി കഴിഞ്ഞ പോലീസുകാരനോ ആണ് ഈ ട്രെയിനിങ് കൊടുത്ത് വരുന്നത്. ശരിയാണ്, MCA കഴിഞ്ഞവരും BTech കഴിഞ്ഞവരും MTech കഴിഞ്ഞവരും പോലീസിങ്ങിലുണ്ട്. പക്ഷേ എത്ര പേരുണ്ട് സൈബറിൽ? ഇപ്പം 400 ചില്ലാൻ പേരെ എടുത്തതിൽ എത്ര പേര് BTechക്കാരും എത്ര പേര് MCAക്കാരും ഉണ്ട്? ഇനി ഉള്ള നിലവിലുള്ള പോലീസുകാരെ മാത്രം എടുത്താൽ മതിയോ? നമ്മുടെ നാട്ടിൽ എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരും IT കഴിഞ്ഞിട്ടുള്ള യൂത്തൊന്നും കേരളത്തിൽ ജോലിയില്ലാതെ നാട് വിട്ടു പോകല്ലേ? ഇവരെന്തുകൊണ്ട് ഇവരെ തടിമെടുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവർ ക്വാളിറ്റി നോക്കിയിട്ട് സൈബറിൽ വെക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ജനമൈത്രി പോലീസ് വന്നു, സൈബർ പോലീസ് വന്നു, മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനുള്ള പോലീസ് വന്നു, ജുവനൈൽ പോലീസ് യൂണിറ്റ് വന്നു, സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള പോലീസ് വന്നു. ഇതൊക്കെ തന്നെ നിലവിലുള്ള പോലീസുകാർക്ക് കിട്ടുന്ന അധിക ചാർജുകളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലാണ്. ഇസ്കെ തൊപ്പി ഉസ്കെ സിർപ്പേ, ഉസ്കെ തൊപ്പി ഇസ്കെ സിർപ്പേ, അങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന ഒരു സംഗതി മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോലീസുകാർ ജനങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അതുണ്ട്. 10ാമത്തെ സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞു, സാറ് മാഡം എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയും കൂടി ഇടപെട്ട് ഗതികെട്ട് വീണ്ടും ഇറക്കുകയാണ് നമ്മുടെ DGP, നിങ്ങളത് മര്യാദയിൽ പെരുമാറുന്നു. പക്ഷെ മര്യാദയിൽ പെരുമാറാനായി പോലീസുകാർക്ക് എന്തു കൊടുക്കുന്നു? 2 ലക്ഷം കിലോമീറ്ററിലേറെ ഓടി കട്ടപ്പുറത്തിരിക്കേണ്ടുന്ന ജീപ്പുകളും അതുപോലെ തന്നെയുള്ള ഏറ്റവും മോശമായിട്ടുള്ള കമ്പ്യൂട്ടറുകളും ഇപ്പോഴും ഉണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ. ഞാൻ ADGPയുടെയോ IGPയുടെയോ ഒന്നും ഓഫീസിലെ കാര്യമല്ല പറയണത്. ഈവൻ DSP, ഡിവിഷനുകളിലിരിക്കുന്ന DSPമാരുടെ കാര്യമല്ല പറയണേ. ആക്ച്വലി നമ്മളുടെ പെറ്റീഷൻ അടിക്കുന്ന പോലീസുകാരൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണ്? ഞാൻ മാക് ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. കള്ളൻ അല്ലെങ്കിൽ ക്രൈം ചെയ്യുന്നവനും മാക് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ പോലീസുകാരൻ ഇരിക്കുന്നത് ഇപ്പോഴും ഏത് യുഗത്തിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ആലോചിക്കണം. നമ്മുടെ IT ആക്ട് എത്ര പഴയതാണെന്ന് ആലോചിച്ച് നോക്കണം. എത്ര പുതിയ ക്രൈമുകൾ വന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാവുന്ന ആക്റ്റുകൾ വരുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു ആക്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി ഇൻഫോർമേഷൻ പോലീസിന് കിട്ടുന്നുണ്ടോ? സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വരുന്നു, ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്, പോലീസുകാർക്ക് അറിയില്ല. ശരിയാണ്, ഇതിലൊക്കെ വളരെ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ലിമിറ്റേഷനുകളെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്തെടുത്തു? എത്രത്തോളം മോഡേണൈസിങ് ദ പോലീസ് നടക്കുന്നുണ്ട്? ഫണ്ട് മാറ്റി വയ്ക്കുമ്പോൾ മോഡേണൈസിങ് ദ പോലീസ്, വെഹിക്കിൾസ് ദ പോലീസ്, അതുപോലെ എന്താ പറയുക, ട്രെയിനിങ് ഓഫ് ദ പോലീസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഹൗസിങ്, എത്ര കാര്യങ്ങളാണ്. ഈ പോലീസുകാർ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഫാമിലിയുമായി മിങ്കിൾ ചെയ്യുന്ന സമയം ആലോചിച്ച് നോക്കൂ. മറ്റു ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ലീവ് എടുത്ത് പോകുന്ന പോലെ അവർക്ക് പോകാൻ സാധിക്കാറുണ്ടോ? എന്നാൽ മുങ്ങാൻ സാധിക്കുന്ന ധാരാളം പോലീസുകാരുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിനെതിരോ അസോസിയേഷനെതിരോ അല്ല, ഞാനൊരു രാഷ്ട്രീയം കൂടി ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളും കൂടിയാണ്. പക്ഷേ പോലീസ് അസോസിയേഷനിൽ ഇരിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ അസോസിയേഷൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പലരും ഇരിക്കുന്നത് സൈബറിലാണ്, പലരും ഇരിക്കുന്നത് അതുപോലത്തെ മറ്റേ SBCIDയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. പണിയെടുക്കണ്ട, ലോക്കലിൽ പോയി വെയിൽ കൊണ്ട് പണിയെടുക്കണ്ട, ജനങ്ങളുടെ ചീത്ത കേൾക്കണ്ട, ഒന്നും വേണ്ട. ഞാൻ വിളിക്കുന്നു, അപ്പുറത്തെ വീട്ടിലെ മാവ് എൻ്റെ വീട്ടിലേക്ക് വീണു, എൻ്റെ വീട്ടിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ വായയിൽ ഗോലി കുടുങ്ങി. നമ്മൾ എല്ലാത്തിനും പോലീസിനെ വിളിക്കുക. പക്ഷെ അതിനൊക്കെ ഉള്ള എന്ത് സംവിധാനമാണ് മൂവ്മെൻറ്റ് ചെയ്യാൻ? അവരുടെ ബൈക്ക് എടുത്ത് വരണം. ആ പെട്രോളിൻ്റെ കാശ് ആര് കൊടുക്കും? കേസ് അന്വേഷിക്കാൻ വേണ്ടി പോയി 4000 രൂപ കൊടുക്കും ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റ്. പക്ഷേ എത്ര പൈസ വരും? ബംഗാളിൽ പോയി കേസ് അന്വേഷിക്കാനോ മറ്റു സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ? ഇങ്ങനെ ഒരുപാട് പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയമുണ്ട്. പുതിയ കാലമാണ്, പക്ഷേ പോലീസിന് പുതിയതായിട്ടൊന്നും കിട്ടുന്നില്ല. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കിട്ടാത്ത അതാണ് കൂടുതലുള്ളത്. എക്സെപ്ഷൻ പറഞ്ഞുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്, അഭിമാനിക്കാം. പക്ഷേ കേരളത്തിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനൊപ്പം എന്തുകൊണ്ട് മറ്റ് പോലീസ് സ്റ്റേഷൻ ആവാൻ പറ്റുന്നില്ല? എന്താണ് കുറ്റിപ്പുറത്തേക്കാളും മറ്റിടങ്ങളിലെ പോലീസിനും അതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് കുറവുള്ളത്? കുറ്റിപ്പുറത്തെ അതേ മലയാളിയും അതേ സംവിധാനവും അതേ MLAയും അതേ മന്ത്രിയും അതേ ആൾക്കാരും തന്നെയല്ലേ? കേരളത്തെ എടുത്തു നോക്കുമ്പോൾ ഒരു വലിയ ടൗണാണ് കേരളം. അല്ല ഉത്തരേന്ത്യയിലെ പോലെ ഒരു ഗ്രാമം
വളരെ ഗതികെട്ട അവസ്ഥയിൽ, മറ്റ് ടൗണ് കുറച്ചുകൂടി ഭേദപ്പെട്ട അവസ്ഥ, ബാംഗ്ലൂർ ഭയങ്കര സൂപ്പറായിരിക്കും, പക്ഷേ ഉൾഭാഗങ്ങൾ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നുമല്ല. കേരളത്തിന് എല്ലാവിടേക്കും ഒരേപോലെ തന്നെയാണ് ഒരുവിധമൊക്കെ. എനിക്കറിയാം അട്ടപ്പാടി മേഖലയിലോ തീരദേശ മേഖലയിലോ ഒന്നും മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നാലും ഭൂരിപക്ഷം വരുന്ന ഇടങ്ങളിൽ അത് ഇത്തരം പ്രശ്നങ്ങൾ, ഒരു കളവ് നടന്നു, ഇടിക്കാതെ തേർഡ് ഡിഗ്രി മെത്തേഡ് ഇല്ലാതെ എങ്ങനെ ഈ കളവ് നടന്നു എന്നത് കണ്ടെത്താനുള്ള എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? എത്ര ഫോറൻസിക് ലാബുകളുണ്ട് നമുക്ക്? FSL ഇല്ലേ നമുക്ക്? വളരെ കുറവേ ഉള്ളൂ. അങ്ങനെ പല മേഖലകൾ നമ്മൾ നോക്കുമ്പോൾ എക്സ്പൈറ്റൈസിങ് നടക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ കേസ് വിട്ടുപോകുന്ന സംഗതി ഞങ്ങൾ കോടതിയിൽ കാണുന്നതാ. ഈ പോലീസ് ഉദ്യോഗസ്ഥന് എഴുതി മഹസറോ സംഭവ സ്ഥലമോ കണ്ടിട്ടുണ്ടാവില്ല, തിരക്ക് കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒപ്പിട്ടപ്പെട്ട മഹസറൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് അത് ആ കോടതിയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ റിട്ടേൺ ചെയ്തിട്ടാവും ഒന്ന് വായിക്കേണ്ടാവുക. അപ്പം അത് പറയാൻ പറ്റില്ല. പല കേസുകളും ഈ പോലീസ് എടുത്ത പണി വിട്ടുപോവാണ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് അവർ കാണിക്കുന്ന കുറേ തെറ്റുകളും കുറേ മണ്ടത്തരങ്ങളും ഉണ്ട്. കോടതി പേജ് കണക്കിന് എഴുതി വയ്ക്കും. നമ്മുടെ ഇവിടുത്തെ വണ്ടിപ്പെരിയാറിലെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സിനിമയിൽ കേരള പോലീസ് മിടുക്കന്മാരുമാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മൾ മിടുക്കന്മാരാണ്, കേരളം ഭയങ്കര പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കാനല്ല. കേരളത്തിൽ ഇത്രയും വിഭവവും ഇത്രയും സൗകര്യവും ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും എത്തി നിൽക്കുന്ന നമ്മൾ എന്തുകൊണ്ട് പോലീസിങ്ങിലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വരുന്നില്ല? സ്മാർട്ട് എന്താ പറയുക, ക്ലാസ്സസ് നമുക്ക് വരുന്നു, സ്മാർട്ട് പോലീസ് സ്റ്റേഷൻസ് നമുക്ക് ഇല്ലാതാകുന്നു, സ്മാർട്ട് കോടതികൾ നമുക്ക് ഇല്ലാതാകുന്നു. അപ്പം കുറേ കാര്യങ്ങൾ, ഉത്സവങ്ങളുടെ പിന്നാലെ പോലീസിന് പോകണം, VIP സെക്യൂരിറ്റിയുടെ പിന്നാലെ പോകണം, ജാഥകളുടെ പിന്നാലെ പോകണം. അതേ പോലീസ് മറ്റ് ലോ ആൻഡ് ഓർഡർ നോക്കണം, ട്രാഫിക് നോക്കണം. ക്രൈമും ഇൻവെസ്റ്റിഗേഷനും രണ്ട് SIമാർക്കാണ് കൊടുക്കുന്നത്. അത് ബോർഡിൽ മാത്രമാണ്. പണിയിൽ വരുമ്പോൾ അത് വരുന്നില്ല എന്ന് നമുക്ക് യാഥാർത്ഥ്യത്തിൽ അറിയാം. ഇതൊക്കെ എന്നാണ് സാറാണ് അത് ചെയ്തത്, പക്ഷെ അത് എന്നാണ് കൃത്യമായി നടപ്പിൽ വരിക? അത് നമ്മളിങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ, കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ ആ വെബ്സൈറ്റ് വായിച്ച് ആ തുണയിൽ പോയി അവിടെ നിന്ന് FIR ഡൗൺലോഡ് ചെയ്തെടുക്കണം എത്ര നാട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട്. മറ്റു ഇന്ത്യയിലെ ആളുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇത്രയും സാക്ഷരതയും ഇത്രയധികം മൊബൈൽ സേവയുമായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും നമ്മൾ എത്രത്തോളം അത്തരം കാര്യങ്ങൾ പുറകെയാന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പേരെടുത്ത് അല്ലെങ്കിൽ എണ്ണമിട്ട് പറയാനുണ്ട്. അത് അസോസിയേഷൻസ് അവതരിപ്പിക്കുന്നുണ്ടോ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ? ഇല്ല. അതുപോലെ അതിന് ട്രാൻസ്ഫർ നടത്താനുള്ള ഒരു ഏജൻസി മാത്രമാണ്. എവിടെ വേണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ? ഒരാൾ കുറ്റവാളിയാണെങ്കിൽ എല്ലാവരും കൂടി വന്ന് അയാളെ രക്ഷിക്കുക തുടങ്ങിയ സംഗതികൾ മാത്രമാണ്. കൃത്യമായി നെഗ്ലിജൻസ് കാണിക്കുന്ന, കുറ്റം ചെയ്യുന്ന പോലീസുകാരനെ ശിക്ഷിക്കുകയും അയാളുടെ അടുത്ത് മാറ്റുകയും ചെയ്താൽ മര്യാദയ്ക്ക് പണിയെടുക്കുന്ന കൂടുതൽ പോലീസുകാർ ഒരിക്കലും കളങ്കിതരാവില്ല. നമ്മളും പോലീസ് തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഉത്തരങ്ങളൊക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് പോലീസിങ് ചെയ്യാൻ എന്നെനിക്ക് തോന്നുന്നു. അതായത് ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് സംശയം തോന്നുന്ന ഒരാളെ ഒരു പൊതുജന മധ്യത്തിലോ തെരുവിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ തന്നെ ക്യാമറ എടുത്ത് ലൈവ് ചെയ്യുന്നൊരു സംവിധാനം നമുക്കുണ്ട്. ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ പോലീസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനോ ഉള്ളൊരു ശ്രമം, ഇത് പോലീസിങ്ങിനെ ഒരുപാട് ബാധിക്കുന്നുണ്ടാവില്ലേ സർ? അങ്ങനെ ഈ പത്രക്കാരെ കൊണ്ട് പോലീസിന് വലിയ ശല്യമൊന്നുമില്ല. അതാണ് യഥാർത്ഥത്തിൽ പോലീസിന് വളരെ സഹായമാണ്. ഞാൻ മാധ്യമപ്രവർത്തകരെ അല്ല ഉദ്ദേശിച്ചത്. പൊതുജനങ്ങൾ തന്നെ കുറ്റം ചെയ്തു, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് നിയമം ലംഘിച്ചു എന്ന് തോന്നിയാൽ അവരെ പോലീസ് ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിൽ വയ്ക്കുകയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനൊരു പ്രവണത പൊതുവെ കാണാറുണ്ട്. ഫേസ്ബുക്കിൽ ലൈവ് പോവുക, ഇങ്ങനെ ഞാൻ ചെയ്ത കാര്യം തെറ്റല്ല എന്ന് കാണിച്ച് അവർ ശ്രമിക്കുക, അത്തരം കാര്യങ്ങൾ. നമ്മൾ നിയമം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസിൻ്റെ എല്ലാ പ്രവൃത്തികളും, പോലീസ് പരസ്യ സ്ഥലത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരസ്യമാണ് എന്നും അതിൻ്റെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പ്രചരിപ്പിക്കാനോ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പോലീസ് ആക്റ്റിൽ എഴുതിയ ഒരു സംസ്ഥാനമാണിത്. അപ്പം നാട്ടുകാർ പോലീസിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടോ പോലീസ് ചെയ്യുന്നത് കണ്ടതുകൊണ്ടോ പങ്കുവയ്ക്കുന്നത് കൊണ്ടോ യാതൊരു വിധമായ തെറ്റുമില്ല എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് പോലീസ് ആക്റ്റിൽ ഉള്ളതും, അതാണ് ശരിയും. ഫ്രാൻസിൽ പോലും അടുത്ത കാലത്ത് 2 കൊല്ലം മുമ്പ് ഫ്രാൻസിൽ പോലും കോവിഡിൻ്റെ സമയത്ത് ഗവൺമെൻറ് പോലീസിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. അത് പൊതുജനങ്ങൾ സമരം ചെയ്ത് അത് മാറ്റിച്ചു. അതിന് വളരെ മുമ്പ് തന്നെ കേരളത്തിൽ അത് നിയമമാണ്. പൊതുജനങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്, പത്രക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്.
പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡെമോക്രസിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് ഞാൻ ഇന്നസെൻ്റാന്ന് പറയാൻ. എനിക്കും പറയാം, കുറ്റവാളിക്കും അവകാശമുണ്ട്. ഈ കുറ്റവാളിക്ക് ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നതാണ് ജനാധിപത്യ വിരുദ്ധം. തീർച്ചയായിട്ടും അവരെ അവകാശം. അപ്പം ഈ രണ്ട് അവകാശങ്ങളും വെച്ചുകൊണ്ട് തന്നെ ഇപ്പം അഡ്വക്കേറ്റ് ആശ പറഞ്ഞതിൽ നിന്നൊരു സ്വല്പം വ്യത്യസ്തമായിട്ട് ഇത്രയൊക്കെ പ്രയാസമുണ്ടെങ്കിലും ലോകത്തിലെ, അതാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ പെർസെൻറ്റേജ് ഉള്ള പോലീസ് ഫോഴ്സ് കേരളമാണ്. സ്കോട്ട്ലൻഡ് യാർഡിനല്ല, അമേരിക്കയിലെ അല്ല, ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനമല്ല. ലോകത്ത് ദ ഹയസ്റ്റ് കൺവിക്ഷൻ പെർസെൻറ്റേജ് ഇൻ ക്രിമിനൽ ഒഫൻസസ് ഈസ് ഫോർ കേരള പോലീസ്. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് 82% ഇൻ 2021. ഇത്ര വലിയൊരു നേട്ടം പോലീസിനാണുള്ളത്. കാരണം ഇതാണ് പൊതുജനങ്ങൾ, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമൂഹം വളരെ പ്രബുദ്ധമായ ഒരു സമൂഹമാണ്. ഞങ്ങളെല്ലാം അറിയുന്നത് പോലെ കോടതികളിലും തെളിവ് ശേഖരണ പ്രക്രിയയിലും പൊതുജനങ്ങൾ നല്ലതുപോലെ സഹകരിച്ചാൽ നമുക്ക് വലിയ വർദ്ധമാനമായിട്ടുള്ള ഗുണം കോടതിയിലുണ്ടാവും. നമ്മൾ പോലീസിൻ്റെ ജനങ്ങളുടെ സഹകരണം സ്വീകരിച്ചില്ലെങ്കിൽ അതിന് കോടതിയിൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാകും. അപ്പം ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ വലിയ പൊതുജന സഹകരണം ഞങ്ങളുടെ കുറ്റാന്വേഷണ പ്രക്രിയയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നരബലി പോലൊരു സംഭവം അമേരിക്കയിൽ ഉണ്ടായാലും അവർ പിടിക്കുകയില്ല. ഉറപ്പിച്ച് ഞാൻ പറയാം, നരബലി പോലൊരു സംഭവം അമേരിക്കയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് പിടിക്കുക. അപ്പോൾ എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും നമുക്കുണ്ടെങ്കിലും ആ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുന്നത് വേറൊരു കാര്യം കൊണ്ടാണ് എന്നാണ് എൻ്റെ പലപ്പോഴുമുള്ള വിചാരം. യൂറോപ്പിലൊക്കെ പോലീസിന് വേണ്ടി ഒരു ഭരണകൂടം എത്ര പണം ചിലവാക്കണം എന്നൊരു സ്റ്റഡി യൂറോപ്യൻ യൂണിയൻ തന്നെ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതും അവിടെ നടക്കുന്നതും സർക്കാരിൻ്റെ വരുമാനമല്ല, രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 1.5% പോലീസിനും പൊതുജന സുരക്ഷയ്ക്കുമായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കണം, ഡിഫൻസ് കൂടാതെ. ഇതാണ് അവിടുത്തെ ഒരു നോം. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ആ നോം ഫോളോ ചെയ്യുന്നതാണ്. കേരളത്തിൽ 2023-24 കേരളത്തിൻ്റെ പൊതുവരുമാനം 12 ലക്ഷം കോടിയായിരുന്നു. കേരള സർക്കാർ വളരെ പാവപ്പെട്ട സർക്കാരാണ്, പക്ഷേ ജനങ്ങൾ വളരെ സമ്പന്നരാണ്. ജനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം 3.5 ലക്ഷം രൂപയാണ് ഈ സമയത്ത്. പക്ഷേ സർക്കാരിൻ്റെ വരുമാനം വളരെ പരിമിതമാണ്. അപ്പോൾ കേരളത്തിലൊരു വൈരുദ്ധ്യമുള്ളത്, സമ്പന്നരായ ജനങ്ങളും പാവപ്പെട്ട സർക്കാരും ആ സർക്കാരിൻ്റെ പോലീസും. സർക്കാരിൽ തന്നെ ഈ പാവപ്പെട്ട സർക്കാരിൻ്റെ കീഴിലാണ് ഈ പാവപ്പെട്ട പോലീസുകാർ. അപ്പോൾ സർക്കാരിലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ എടുത്തതിൻ്റെ കഴിഞ്ഞ് ബാക്കിയുള്ളതേ സാധാരണഗതിയിൽ ഈ പോലീസിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ 1979 കോഴിക്കോട് കമ്മീഷണറായിരുന്നു. അന്ന് കേരള പോലീസിന് ആകെ 1000-ഓളം വാഹനങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ മൊത്തം, നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ക് നോക്കാവുന്നതാണ്, കേരളത്തിൽ മൊത്തം അന്നുണ്ടായിരുന്നത് 2 ലക്ഷം വാഹനങ്ങളാണ്. കേരളത്തിൽ മൊത്തം, കാസർഗോഡ് മുതൽ പാറശാല വരെ 2 ലക്ഷം വാഹനങ്ങൾ. എന്ന് വെച്ചാൽ കേരളത്തിലുണ്ടായിരുന്ന വാഹനങ്ങളിൽ 0.5% വാഹനങ്ങൾ പോലീസ് വാഹനങ്ങളായിരുന്നു. ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൽ 180 ലക്ഷം വാഹനങ്ങളുണ്ട്. അതിൻ്റെ 0.5% എത്ര? അതിൻ്റെ 0.5% എന്ന് പറഞ്ഞാൽ 90,000 കേരളത്തിലെ പോലീസുകാർക്ക് എത്ര വണ്ടിയുണ്ട് ഇപ്പോൾ എന്താ സ്ഥിതി? അന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലോ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലോ പോലീസുകാർക്ക് ആർക്കും വാഹനമില്ല, സ്വന്തമായിട്ട് വാഹനമില്ല. പോലീസ് സ്റ്റേഷനിൽ ഒരു ജീപ്പുണ്ട്. ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ പോലീസുകാർക്കെല്ലാം സ്വന്തമായിട്ട് വാഹനങ്ങളുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് വാഹനങ്ങൾ തികയുന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത്, ഇതൊരു വൈരുദ്ധ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പോലീസിനെ വിമർശിച്ച് കുറ്റം പറഞ്ഞ് കേസെടുത്ത് അവന്മാരെല്ലാം കൊള്ളരുതാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് അവനെക്കുറിച്ച് പാട്ടുണ്ടാക്കി അവനെ വിമർശിച്ച് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും MLA-മാർക്ക് പോലും പോലീസുകാർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോലീസ് വിമർശനം കൊണ്ടുചെന്നിട്ട് പോലീസിനുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് വളരെ ചുരുക്കുന്നു. 1.5% നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കേരള പോലീസിന് ഉദ്ദേശം 18,000 കോടി കൊടുക്കണം. കേരളത്തിൽ നമ്മൾ 5,000 കോടി കൊടുക്കുന്നുള്ളൂ. 18,000 കോടി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന മഹത്തായ ലക്ഷ്യങ്ങൾ
ഡിജിറ്റൽ ലോകം, സൈബർ ലോകം, മറ്റേത് ട്രാഫിക് കൺട്രോൾ, ഓട്ടോമേറ്റഡ്, എല്ലാവർക്കും ആശ്വാസം, എല്ലാവർക്കും സഹായം, ഇതൊക്കെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ എത്ര പോലീസുകാർ വേണം, എത്ര വാഹനങ്ങൾ വേണം, എത്ര നല്ല മാക് കമ്പ്യൂട്ടറുകൾ വേണം, എത്ര നല്ല ഇതെല്ലാം വേണം. ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനൊക്കെ പണം വേണം. പണം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5% ഒരു ഞങ്ങൾ നോക്കുന്നത് സർക്കാരിൻ്റെ സ്വത്തുക്കൾ മാത്രമല്ല, പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പോലീസ് നോക്കുന്നത്. അതുകൊണ്ടാണ് പോലീസിനുള്ള ചെലവ് സർക്കാരിൻ്റെ വരുമാനമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ലിങ്ക് ടു ദ ടോട്ടാലിറ്റി ഓഫ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദ പീപ്പിൾ, ടോട്ടാലിറ്റി ഓഫ് ദ ഇൻകം ഓഫ് ദ പീപ്പിൾ, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് പോലീസ് ഈസ് പ്രൊട്ടക്റ്റിംഗ്. സർക്കാരിൻ്റെ സ്വത്ത് മാത്രമല്ല, ജനങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും എല്ലാം സ്വത്ത് സംരക്ഷിക്കുന്നത് പോലീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് യൂറോപ്യൻ യൂണിയൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫണ്ടിങ് വിച്ച് ഗോസ് ഇൻ ടു ദ പോലീസ് ഈസ് വെരി ഇനാഡക്വറ്റ്. ബട്ട് ഐ വുഡ് സേ ഡെസ്പൈറ്റ് ദി ലാക്ക് ഓഫ് ഫണ്ടിങ്, കേരള പോലീസ് ഹാസ് ഡൺ റീസണബിളി വെൽ. ഇനിയും വളരെയധികം നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ഒട്ടും മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതല്ല. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ നമ്മൾ ഒന്നാണ്. ഇപ്പോൾ കേരള നമ്പർ 1 എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കളിയാക്കുന്നാറുണ്ട്. പക്ഷേ എന്നാലും കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കാം. അത് സമാധാന പാലനത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവരുടെയും ഭാഷയുണ്ട്. ഇപ്പോൾ പല ചാനൽ ചർച്ചകളിൽ ഞാൻ കാണുന്നത് പലരും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ പറയുന്നത് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളുടെയും കൊള്ളയുടെയും പശ്ചാത്തലത്തിൽ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇതൊരു വലിയ അബദ്ധമാണ്. ഇങ്ങനെ സംഭവം ഇവിടെ നടക്കുന്നില്ല. ഞാൻ സർവീസിൽ വരുന്ന കാലത്ത് 1977 ഞാൻ തലശ്ശേരിയിൽ ASP ആയിട്ട് ചാർജ് എടുക്കുന്നത്. തലശ്ശേരിയിൽ ഞാൻ ASP ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ അന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള ആകെ കൊലപാതകം 556. നിങ്ങൾക്ക് ആർക്കും വെരിഫൈ ചെയ്യാം, ഇത് പബ്ലിക് റെക്കോർഡുള്ള കാര്യമാണ്. 556 കോടതികളിലാണ് ഇതിൻ്റെ FIR എല്ലാം പോകുന്നത്. 556. 2021 22 കണക്ക്, 22 23 കണക്ക് എനിക്കില്ല. 2022 കേരളത്തിലെ കൊലപാതകം വെറും 330. ജനസംഖ്യ ഇരട്ടിയായി, പക്ഷേ കൊലപാതകങ്ങളുടെ എണ്ണം പകുതിയായി. അപ്പോൾ കൊല കുറഞ്ഞു വരികയാണ്. വാഹനമോഷണം ലോകത്തിലേക്കും, ഇത് നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിലേക്കും വാഹനമോഷണം ഏറ്റവും കുറഞ്ഞ സ്ഥലം കേരളമാണ് ലോകത്തിൽ. നിങ്ങൾ ബ്രിട്ടീഷ് പോലീസിനെ കുറിച്ച് പറയും, UAE പോലീസിനെ കുറിച്ച് പറയും, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴും ഞാൻ കന്യാകുമാരിയിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് ഞാൻ എണ്ണി, പേരുക്കട മുതൽ ഇവിടെ വരെ 500 വണ്ടി വഴി കിടപ്പുണ്ട്, ആരുമില്ലാതെ. നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം ആരെങ്കിലും മോഷണം വന്ന് ചിന്തിക്കാറ് പോലും ഉണ്ടോ? ഇല്ല. കേരളത്തിൽ 180 ലക്ഷം വാഹനങ്ങളുള്ളതിൽ കഴിഞ്ഞ കൊല്ലം മോഷണം പോയത് വെറും 1200 ബ്രിട്ടനിലാണെങ്കിൽ ഒരു വർഷം മോഷണം പോകുന്ന വാഹനങ്ങളുടെ എണ്ണം 3 ലക്ഷമാണ്. അവിടെ 4 കോടി വാഹനങ്ങളേ ഉള്ളൂ. നമ്മുടെ 1.25 കോടിക്ക് പകരം 4 കോടിയിൽ 3 ലക്ഷം വാഹനങ്ങൾ മോഷണം പോകുന്ന ബ്രിട്ടൻ എവിടെ? 1.25 കോടിയിൽ വെറും 1200 വാഹനങ്ങൾ പോകുന്ന കേരളം എവിടെ? ഇതാണ്. അപ്പം നമ്മളിവിടെ അച്ചീവ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അതിശയകരമാണ്. പക്ഷെ പിന്നെ ഒരു പ്രവാചകനും അവൻ്റെ നാട്ടിൽ സ്വീകാര്യനല്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ പോലീസ് ആയതുകൊണ്ടും എമാരെയൊക്കെ നമ്മളെ പണ്ടേ അറിയാവുന്നത് കൊണ്ടും എവനൊന്നും ഒരു ഗുണമില്ലാത്തവനെന്ന് നമുക്കൊരു പൊതു മുൻവിധി ഉള്ളതുകൊണ്ടും ഈ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ വിസ്മരിച്ച് ഇവിടെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊള്ളയും കൊലയും. പക്ഷേ അത് മാത്രമാണോ സർ? അതായത് ഞാൻ നേരത്തെ ഇടപെടാൻ വന്നത് മറ്റൊന്നുമല്ല, സാറിന് അറിയായിരിക്കും, ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിൽ ഗുണ്ടാ ബന്ധമുള്ളവരെയും ഗുണ്ടകളെയും കണ്ടുപിടിക്കാൻ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അയ്യോ അല്ല, ഞാൻ വേണമെങ്കിൽ ഇവിടെ EB കൃഷ്ണപിള്ള, ഇവിടെ ഒരു കലയാണോ ആണല്ലോ, ഇവിടെ കഥ കവിതയൊക്കെ ഇവിടെ പെർമിഷനാണല്ലോ. EB കൃഷ്ണപിള്ള 1932 കേരള പോലീസിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പം ഇവിടെ നേരത്തെ മഹാഭാരതത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേര് പോലീസ് രാമായണമെന്നാണ്. അപ്പോൾ അന്ന് എഴുതിയിട്ടുണ്ട് ഈ പോലീസ് മറുത ഹെഡ് എന്ന് പറഞ്ഞൊരു കഥ പുള്ളി എഴുതിയിട്ടുണ്ട്, മറുത ഹെഡ്. അപ്പോൾ അതിനകത്തിൽ ഈ പോലീസും കുറ്റവാളികളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പണ്ട് തൊട്ടേ ഉണ്ട്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ഇത് ചരിത്രത്തിൽ ആദ്യമായെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോലീസ് രാമായണമൊന്നും വായിച്ചിട്ടില്ല. നമ്മൾ തിരുവിതാംകൂർ പോലീസിൻ്റെ ചരിത്രം അറിഞ്ഞുകൂടാ നമുക്ക്. അതായത് നമ്മുടെ പുതുശ്ശേരി രാമചന്ദ്രൻ, അദ്ദേഹം സുപ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത 1949 അദ്ദേഹം കൊല്ലത്തെ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിൽ ഇടി കൊണ്ടതിനെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത ഉച്ചത്തിൽ ഗർജിക്കാമെന്നാണ് ആ കവിതയുടെ പേര്. അങ്ങനെയാണ്, കാരണം ആ ഇടി കൊണ്ട്. അപ്പോൾ എന്തായിരുന്നു കേരള പോലീസ്, എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്നത്, നാട്ടിൽ ആരുമായിട്ടൊക്കെയായിരുന്നു പോലീസുകാർക്ക് ബന്ധം, എന്തുകൊണ്ടാണ് ചരിത്രപരമായിട്ട് 3 കൊല്ലം കൂടുമ്പോൾ പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യണം? നിങ്ങൾക്ക് ഞങ്ങൊരു ചട്ടമുണ്ട്,
ഇത് കൊളോണിയൽ കാലം മുതൽ ഉണ്ടാക്കിയ ചർക്കമാണ്. അത് 3 കൊല്ലം ആവുമ്പോഴത്തേക്ക് ഈ പോലീസുകാരെല്ലാം നാട്ടിലുള്ള കള്ളന്മാരുമായിട്ടും ചാരായ പാറ്റുകാരുമായിട്ടും എല്ലാം ബന്ധപ്പെടും. അതുകൊണ്ട് അവനെ നിർബന്ധമായിട്ട് മാറ്റണം എന്നുള്ളതാണ് അടിസ്ഥാനം. ഇപ്പം ന്യൂയോർക്കിലൊന്നും മാറ്റത്തില്ല പോലീസുകാരെ. ന്യൂയോർക്കിൽ സ്വന്തം വീട്ടിൻ്റെ അടുത്താണ് പോലീസുകാരെ പോസ്റ്റ് ചെയ്യുന്നത്. അമേരിക്കയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഘം വന്നത് ചരിത്രപരമായിട്ട് പോലീസിൻ്റെ ക്രിമിനൽ ബന്ധം പണ്ട് തൊട്ടേ 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോഴിത് കുറഞ്ഞു വരികയാണ്. ഇപ്പോഴിത് പത്രത്തിൽ വരുന്നതിന് കാരണം എന്താണ്? ഞാൻ ആ ലിസ്റ്റ് എടുക്കുന്നു. ഞാനാണ് DGP ആയിട്ട് ആദ്യമായിട്ട് എടുത്തല്ല, ഞാനാണ് ആദ്യമായിട്ട് പോലീസിൻ്റെ ക്രിമിനൽ ബന്ധങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഹൈക്കോടതി കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. 60,000 പോലീസുകാരുള്ളതിൽ ഇപ്പോൾ എണ്ണം കുറഞ്ഞു വരികയാണ്. ഞാൻ എടുത്തപ്പോൾ 1000 പേരായിരുന്നു. ഇപ്പം ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ എടുത്തപ്പോൾ 330 പേരേ ഉള്ളൂ. അപ്പോൾ ഇത് കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മാധ്യമങ്ങൾ വളരെ പ്രചാരമുള്ളതുകൊണ്ടും ഇത് നല്ല വാർത്തയായതുകൊണ്ടും പോലീസുകാരെല്ലാം ക്രിമിനലുകളാണ് എന്നൊരു സാമാന്യവൽക്കരണവും ഒരു അതിശയോക്തിപരമായിട്ടുള്ള ഒരു ചർച്ചയും സ്വാഭാവികമാണ്. എനിക്ക് പരാതിയില്ല. എത്രമാത്രം ചർച്ച ചെയ്യുന്നു അത്രയും നല്ലതാണ്. അത് ഒരു പോലീസിൽ അച്ചടക്കവും നിയമവിധേയത്വവും ക്രിമിനൽ പോലീസുകാരുടെ നിഷ്കാസനം ചെയ്യേണ്ട ആവശ്യവും അംഗീകരിക്കുന്ന ഒരു സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ ചർച്ചകൾ സഹായകരമാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. അതുകൊണ്ട് വിമർശിക്കുക, മോശമാണെന്ന് പറയുക. ഇപ്പം നിങ്ങൾ വിമർശിക്കുകയും ദോഷമാണെന്ന് പറയുകയും ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾ നന്നായിക്കോളും. ഈ പൊതുജനങ്ങൾക്കടക്കം പലപ്പോഴും അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിലൊക്കെ ഒരിക്കലെങ്കിലും അനുഭവം ഉണ്ടാവും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മോശപ്പെട്ട എന്തെങ്കിലും ഒന്ന്. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെ പറയാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവമാണ്. ഒരു ദിവസം രാവിലെ ജോലിക്ക് പോകാനായി കാർ ഓടിച്ച് പോകുന്ന സമയത്ത് വളരെ തിരക്കിട്ട് പിന്നിൽ വളരെ ശല്യപ്പെടുത്തി ഹോണടിച്ചുകൊണ്ട് ഒരു പോലീസ് വാഹനം കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സൈഡ് കൊടുക്കാൻ ഇടമില്ലാത്തത് കൊണ്ടും വളരെ ചെറിയ വഴിയായതുകൊണ്ടും ഞാനങ്ങനെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് നിരന്തരമായി ഹോണടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കളക്ട്രേറ്റിലാണ് ജോലി ചെയ്യുന്നത്. നിരന്തരമായി ഹോണടിച്ച് ഏകദേശം കളക്ട്രേറ്റുള്ള കുടപ്പനക്കുന്ന് വരെയും ഇങ്ങനെ ഹോണടിച്ച് എന്നെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു വനിതാ ഡ്രൈവറായ എനിക്ക് എത്രയും സഹായം ലഭിക്കേണ്ടത് അല്ലെങ്കിൽ എന്നെ കരുതേണ്ടത് എന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ അന്ന് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അന്ന് കളക്ട്രേറ്റിലുള്ള ഏതോ ഒരു മീറ്റിങ്ങിന് ഉന്നത ഉദ്യോഗസ്ഥനെ സമയത്ത് കൊണ്ടെത്തിക്കേണ്ടത് കൊണ്ടാണത്രേ അന്ന് ഇങ്ങനെ പെരുമാറിയത്. വളരെ കഷ്ടിച്ചാണ് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നെനിക്ക് നിർഭാഗ്യകരമെന്നോണം പറയേണ്ടതുണ്ട്. മന്ത്രി അല്ലാഞ്ഞിരുന്നത് നമ്മുടെ ഭാഗ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം അനുഭവങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം. പിന്നെ ഇതിനേക്കാൾ ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട്. അതെ, ഞാൻ 1977 തലശ്ശേരി ASP ആയിരിക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ പെറ്റീഷൻ തന്നെ കേളകം പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പ്, കേളകം പോലീസ് സ്റ്റേഷൻ എന്ന സ്ഥലമുണ്ട് പേരാവൂരിനപ്പുറത്ത് കേളകം പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പ് ഓവർടേക്ക് ചെയ്ത ഒരു ചന്ദ്രൻകുന്നേൽ എന്ന് പറഞ്ഞൊരു വീട്ടുകാരൻ. അന്ന് ആർക്കുമില്ല, ജീപ്പൊക്കെ ഉള്ളവൻ പണക്കാരനാണ്. സ്റ്റേഷൻ ജീപ്പിന് സൈഡ് കൊടുക്കാതെ പോയെന്ന് പറഞ്ഞതിന് ശേഷം അന്ന് രാത്രിയിൽ കേളകം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോയി 5 ഏക്കർ വരുന്ന കുരുമുളക് തോട്ടം മുഴുവൻ നശിപ്പിച്ചു. ഇതെൻ്റെ സർവീസിൽ ഞാൻ ആദ്യം അന്വേഷിച്ച ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത് നമ്മൾ ആലോചിക്കണം. എന്തായിരുന്നു ഇവിടുത്തെ പോലീസ്? ഇത് സത്യമാണ്. ഇതിനെക്കുറിച്ച് കേസുണ്ട്. എനിക്കൊന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക്, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ടറിയാൻ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കേരളമാണിത്. അവിടെയാണിത് മാറിയത്. അവിടുന്ന് തന്നെ അത് തന്നെ അന്ന് കൂത്തുപറമ്പ് ടൗണിൽ പോലീസിനെ അനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തയ്യക്കട, ആ തയ്യക്കടയിൽ 4 തയ്യൽ മെഷീനുകൾ, അതെല്ലാം തലശ്ശേരിയിലെ കടപ്പുറത്ത്, നമ്മുടെ വിക്ടോറിയ ഹോട്ടലിൻ്റെ സൈഡിലുള്ള കടപ്പുറത്ത് കടലിൽ വലിച്ചെറിഞ്ഞു പോലീസുകാർ. ഇതൊക്കെ നടന്നൊക്കെ വരികയാണ് കേരളത്തിൽ. ഇങ്ങനെ വല്ലതും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ പോലീസ് മാറിയിട്ടുണ്ട്, വളരെയധികം മാറിയിട്ടുണ്ട്. വളരെ ആക്രമങ്ങൾ ഇങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് സാർ ചോദിക്കുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ആഷയ്ക്ക് എന്തോ ഒന്ന് പറയാനുണ്ട്. നേരത്തെ പറഞ്ഞതുമായി ലിങ്ക് ചെയ്ത് പറയാണ്. നേരത്തെ ചോദിച്ച മോത്തിയുടെ ചോദ്യം കൂടിയായിരുന്നു. ഈ സാധാരണ ജനങ്ങൾ മൊബൈലും പിടിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു കുറ്റം ചെയ്യുമ്പോഴോ, ഈ പോലീസ് നന്നായത് പോലീസിൻ്റെ മേന്മയുണ്ട് മാത്രമൊന്നുമല്ല. ഇത് പോലീസ് ഞാനും ആരാണെങ്കിലും എന്ത് കുറ്റം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഭയം കൊണ്ട് ഇതെല്ലാം എവിടെയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ആരോ കാണുന്നുണ്ട് എന്നുള്ളത്. അത് ടെക്നോളജിയുടെ വികാസം കാരണം കൊണ്ടാണ്. പോലീസ് വന്ന് പഴയ പോലെ ഒരു തയ്യൽ മെഷീൻ കട വന്ന് തല്ലി പൊളിക്കുകയാണെങ്കിൽ അത് ആ നാട്ടിലെ 15 പേരുടെ മൊബൈലിലുണ്ടാവും. SIക്ക് അറിയാം
പോലീസുകാർക്ക് അറിയാം ഞാൻ വാച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ഇവരെ മിണ്ടാതിരുത്താം, പക്ഷേ ഇവരപ്പം തന്നെ ലൈവ് ഇടുന്നത് കൊണ്ട് ഇത് ലോകം മുഴുവൻ കാണുന്നുണ്ട്, DGP വരെ കാണും, ആഭ്യന്തരമന്ത്രി കാണും, സർക്കാർ വീഴാൻ കാരണമാവും എന്നതും കൂടി അവർക്കറിയാം. പലപ്പോഴും പല രീതിയിലും മനുഷ്യർ കുറ്റം ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം, അതായത് ബ്ലൂ കോളർ ക്രൈംസ്, ഈ കൊലപാതകങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ എന്തിനാ പണ്ട് കൊല ചെയ്തിരുന്നത്? പണം കിട്ടാനോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള കാര്യങ്ങൾക്കാണ്. ഇന്ന് പണം കിട്ടാൻ സ്കാംസ് ഉണ്ട്, ഓൺലൈൻ സ്കാംസ് ഉണ്ട്. അപ്പോൾ മറ്റ് വഴികളുണ്ട്, കോർപ്പറേറ്റ് ഫ്രോഡ് ചെയ്യാം. അങ്ങനെ പുതിയ കാല ക്രൈമുകൾ, വൈറ്റ് കോളർ ക്രൈമുകളുടെ വലിയൊരു വളർച്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ കോളർ ക്രൈം എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ക്രൈമുകൾ കുറയുമ്പോൾ അപ്പുറത്ത് വൈറ്റ് കോളർ ക്രൈമുകളുടെ എണ്ണം, അല്ലെങ്കിൽ സൈബർ വേൾഡിലെ ആക്ച്വൽ വേൾഡും വെർച്വൽ വേൾഡിൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിജിലൻ്റാണ്. എല്ലാവരും എപ്പോഴും റെക്കോർഡ് ചെയ്യുകയും അത് പരസ്യമാക്കുകയും ചെയ്യും. അത് അവനവൻ്റെ സുരക്ഷയ്ക്കും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നേരത്തെ പോലീസ് ആക്റ്റും പറയുന്നുണ്ട്, പൊതു ഇടമാണ്, പോലീസ് ചെയ്യുന്ന പ്രവൃത്തികളെ എല്ലാവർക്കും റെക്കോർഡ് ചെയ്യാം. കേരള സർക്കാരും പറഞ്ഞു പോലീസും റെക്കോർഡ് ചെയ്തോളൂ, ജനങ്ങളും റെക്കോർഡ് ചെയ്തോളൂ, നോ ഇഷ്യൂ, ട്രാൻസ്പാരൻ്റ് ആവട്ടെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തെറികളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന അതിക്രമങ്ങളും എല്ലാവരും കാണട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ട്രാൻസ്പാരൻസിയും കൂടി ഇതിനകത്തൊരു വലിയ ഭയം ഉണ്ടാക്കുന്ന കാര്യം. നമ്മൾ ആരൊക്കെയോ വാച്ച് ചെയ്യുന്നുണ്ട്, AI ക്യാമറ ഇന്ന സ്ഥലത്തുണ്ട്, സീറ്റ് ബെൽറ്റ് കറക്റ്റ് ഇടും, സ്പീഡ് നമ്മൾ കറക്റ്റ് കുറയ്ക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് ഇടുന്നത് നമ്മുടെ സ്പീഡ് കൂടും. നമുക്ക് ക്യാമറ ഇല്ലെങ്കിൽ മൊബൈലിൽ സംസാരിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യും. നമുക്കറിയാം എവിടെ എത്തുമ്പോൾ മൊബൈൽ താഴെ വെക്കണം, അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അത്രയെങ്കിലും സ്ഥലത്ത് നമ്മൾ മര്യാദ കാണിക്കുന്നത് എന്നതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്രോസ് സെക്ഷൻ മാത്രമാണ് പോലീസ്. അപ്പോൾ പോലീസിലും ക്രിമിനൽസ് ഉണ്ട്. കാരണം ഇനി മറ്റൊരു കാര്യം, പോലീസിൻ്റെ ക്രിമിനാലിറ്റി പുറത്ത് വരാതിരിക്കുന്ന പുതിയ തന്ത്രമുണ്ട്. കാരണം പോലീസിനെ എപ്പോഴും മാക്രോ മാനേജ് ചെയ്യണത് പൊളിറ്റീഷ്യൻസും പവറും ഒക്കെയാണ്. അല്ലാണ്ട് ഒരു SI വന്നു, ആ SI ഉറപ്പായിട്ടും അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മതനായ ഒരു മനുഷ്യനായില്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഡീൽ ചെയ്യുന്ന ആളുകൾ അവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഈ ഡീലിങ്സ് നടക്കുക എന്ന് പറയുന്നത് പല ഡീലിങ്സാണ്, കൈക്കൂലി അടക്കമുള്ള ഡീലിങ്സും ഒളിപ്പിച്ച് വെക്കുന്നത്. ആരെ അറസ്റ്റ് ചെയ്യണം? ഇപ്പം ഞാൻ ഒരാളോട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സംഗതി നഷ്ടപ്പെട്ടു, എൻ്റെ വീട്ടിലെ എന്തെങ്കിലും കാര്യം എൻ്റെ മെയ്ഡ് കട്ടു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ മെയ്ഡ് എൻ്റെ വീട്ടിൽ നിന്നൊരു പൈസ കട്ടു. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയാം, നിങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഇല്ലേ, അപ്പോൾ ആ പാവം സ്ത്രീ എന്തെങ്കിലും കട്ടേനാണോ ഒക്കെ പരാതി എന്ന് പറയും. എന്നിട്ട് നമ്മളെ അങ്ങനെ വേറെ രീതിയിൽ ടെർപ്പിറ്റ്യൂഡ് വെച്ചിട്ട് അവർ നമ്മളെ അളക്കും. ഇത്രയധികം പൈസയുള്ള ആളാണോ ഒരു 500 രൂപ കട്ടേന്? പക്ഷേ ഒരു കളവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് ആ രീതി. ആ മെയ്ഡ് വേറെ വീട്ടിൽ പോയാൽ 500 പകരം 5000 കക്കും, ഇങ്ങനെ ആ രീതിയിൽ പോവും. പക്ഷെ അത് അവരെ അഡ്രസ്സ് ചെയ്യില്ല. പകരം വേറൊരു, അത് ഇത്തിരി വലിയ മറ്റു പല രീതിയിലുള്ള സംഗതിയാണെങ്കിൽ അവിടെ അത് വലിയ കുറ്റമാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ ഇത് ആളുകളുടെ അവസ്ഥ അനുസരിച്ചിട്ട്, അതായത് ഏത് ആളാണ് ഈ കാര്യമായിട്ട് പോലീസുമായിട്ട് കോൺഫ്ലിക്റ്റ് ആവുന്നത്, ഏത് ആൾക്കാണ് പ്രശ്നമുണ്ടാകുന്നത്, അവർ ഏത് ക്ലാസ്സാണ്, കാസ്റ്റാണ്, ജെൻഡറാണ്, അവർ ട്രാൻസ്ജെൻഡർ ആണോ, അവർ റോട്ടിൽ നിന്നോ, ഉറപ്പാ അവർ സെക്സ് വർക്കർ നിന്നു എന്ന് പറയും. അല്ലെങ്കിൽ അവർ സ്ത്രീയാണോ, എന്തിനാ അസമയത്ത് അവിടെ ഉണ്ടായെന്ന് പറയും. ഇങ്ങനെ ജെൻഡർ, ക്ലാസ്, കാസ്റ്റ്, എലീറ്റിസം, എല്ലാ സംഗതികളും, പൊളിറ്റിക്സ്, പവർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു മനുഷ്യനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അത് തന്നെയാണ് ഒരു പോലീസുകാരിൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ പോലീസുകാരിൽ അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ, അവരുടെ അറിവിനെ വളർത്തുന്ന രീതിയിൽ, അവരുടെ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ കപ്പാസിറ്റിയെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ, അവരെ അത്തരമുള്ള കാര്യങ്ങളിൽ അവരെ വളർത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോലീസ് അക്കാഡമി തൊട്ടുള്ള കരിക്കുലം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ഈ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതുപോലെ നമ്മളെല്ലാത്തിലും ഒരു ജെൻഡർ വെക്കും, ഒരു SC വെക്കും, ഒരു ജുവനൈൽ വെക്കും. പക്ഷേ ഒരു ജുവനൈൽ ഇഷ്യൂ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കറിയാം. അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു അഴിച്ചുപണി വളരെ അനിവാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി അത് ഈ സൈബർ ഡോം ഡിവിഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പറയുകയും ചെയ്തു, സ്ട്രക്ചറൽ ചേഞ്ച് അനിവാര്യമാണ്, അത് വരും ചെയ്യും, അതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്. അത് ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ ഹെറാൾഡാവണം, നമ്മൾ തന്നെ അത് ചെയ്യണം. കേരളമാണല്ലോ പ്രബുദ്ധമായിട്ടിരിക്കുന്നത്, കേരളമാണല്ലോ ലോകത്തിന് മാതൃകയായിരിക്കുന്നത്. അപ്പോൾ കേരളം തന്നെ അത് ചെയ്യണം. ആ മാറ്റങ്ങൾ വന്നേ പറ്റൂ. നമ്മൾ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പുതിയ കാലത്തെ എല്ലാ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യണം. നമ്മൾ പുതിയ കാലത്താണ്,
കഴിഞ്ഞ വർഷത്തെ ഈ വർഷമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2021 ക്രൈം, സൈബർ ക്രൈം 20 ആയിരുന്നെങ്കിൽ 2024 ഇത്രേ ആയിട്ടുള്ളൂ. ഞാനത് നോക്കി വെച്ചതാണ്. കണക്ക് സർക്കാരിൻ്റെ കണക്കാണ്. അത് 2998 ലാസ്റ്റ് ഇയറിലെ കണക്ക്. 21 20 ആയിരുന്നെങ്കിൽ 23 കണക്ക് 2998, അതായത് 3000-ന് 2 കുറവ്. അപ്പോൾ ഒന്ന് നോക്കൂ. നമ്മൾ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് കോളർ ബ്ലൂ കോളർ ക്രൈംസിൻ്റെ ഡിഫറൻസ്, ഈ കോർപ്പറേറ്റുകൾ വരുന്നത്, ഈ LLPകൾ വരുന്നത് എല്ലാം നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സൈബർ ഫ്രോഡ് പോലെ തന്നെയാണ് കോർപ്പറേറ്റ് ഫ്രോഡുകളും വരുന്നത്. അതിന് നിയമം തന്നെ മാറ്റി എഴുതി കഴിഞ്ഞിട്ടാണ്. നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം. ഈ പരിഷ്കരിക്കപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പോലീസുകാർക്ക് അവയർനെസ് ഉണ്ടാവണം, ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവണം. ഈ അവയർനെസ്സിൻ്റെ അപ്പുറത്തേക്ക് അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ തൊട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ വരെയുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവണം. അപ്പം നമ്മൾ ചില സംഗതികൾ നമ്മുടെ വീട്ടിലിപ്പം ഭാര്യേനെ ഭർത്താവ് തല്ലാറില്ല എന്ന് പറയും, പക്ഷേ അതേ സമയം തന്നെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസൾട്ടിങ് ആണോ തല്ലലാണോ വലുത് നമ്മൾ ചോദിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രൈമുകളെ നോക്കി കാണേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ അനലൈസ് ചെയ്യേണ്ടതെന്നും കൂടിയാണ് ഞാൻ എൻ്റെ ഒരു സോഷ്യോളജിക്കൽ പാറ്റേണിനെ വെച്ച് നോക്കുമ്പോൾ സംസാരിക്കാൻ ആഗ്രഹിച്ചത്. അഡ്വക്കേറ്റ് ആഷ പറഞ്ഞത് ശരിയാണ്. മാറുന്ന കാലത്ത് ഇതെല്ലാം മാറണം. പോലീസിൻ്റെ സംവിധാനങ്ങൾ, അവരുടെ അപ്ഗ്രഡേഷൻ ഉണ്ടാവണം, അത് ഡിജിറ്റലി ഉണ്ടാവണം. പിന്നെ ഇവരുടെയൊക്കെ ഒരു ലേണിംഗ്, അതെങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറേണ്ടത്. സാറിനോട് എനിക്ക് നമ്മുടെ സെഷൻ തീരും മുമ്പ് ഒരു കാര്യം കൂടി സാറിനോട് ചോദിക്കാനുള്ളത്, ഒന്ന്, നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒന്ന് ആത്മാഭിമാനമാണ്. ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന തരത്തിലാണ് പലപ്പോഴും പോലീസുകാർ പെരുമാറുന്നത് എന്ന് പരക്കെയുള്ള ഒരു പ്രചാരണമുണ്ട്, അനുഭവമുണ്ട് നമ്മളിൽ പലർക്കും. അച്ഛൻ്റെ മുന്നിൽ വെച്ച് മകളെയോ മകനെയോ മോശമായി അവരോട് സംസാരിക്കുക, നേരെ തിരിച്ച് സംസാരിക്കുക, പ്രായമായ മനുഷ്യരോട് ബഹുമാനമില്ലാതെയോ അവരെ കെയർ ചെയ്യാതെയോ സംസാരിക്കുക, അങ്ങനെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള അത്തരം പോലീസ് പെരുമാറ്റങ്ങൾ അത് മാറേണ്ടതല്ലേ? ആത്മാഭിമാനത്തിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ആഷ പറഞ്ഞ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പോലീസിൻ്റെ മിടുക്കുകൊണ്ടാണ് ക്രൈം കുറഞ്ഞതെന്ന്. അല്ല, ഒരിക്കലുമല്ല. കേരളത്തിലെ ജനങ്ങൾ നന്നായതുകൊണ്ടാണ് ക്രൈം കുറഞ്ഞത്. അതിന് പല സാഹചര്യങ്ങളുമുണ്ട്. അല്ലാതെ പോലീസിൻ്റെ മിടുക്ക് കൊണ്ട് ക്രൈം കുറയും. കാരണം ക്രൈം ചെയ്യുന്നത് പോലീസുകാരല്ല. പോലീസിനോട് ചോദിച്ചിട്ടല്ല ആരും ക്രൈം ചെയ്യുന്നത്. അത് കേരളത്തിലെ ജനങ്ങളുടെ, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, സാംസ്കാരിക നിലവാരത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. പൊതു സംസ്കാരം, പോലീസുമായിട്ടുള്ള നിലവാരങ്ങൾ, പോലീസിനോടുള്ള ആറ്റിറ്റ്യൂഡുകൾ, പോലീസിൻ്റെ പെരുമാറ്റം, ഇതെല്ലാം പൊതു സംസ്കാരത്തിൻ്റെ അളവുകോലുകളാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ മിടുക്കല്ല, കേരള സമൂഹം നന്നാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറയുന്നത്. അവരുടെ ജാഗരൂകത, അവരുടെ നിയമത്തോടുള്ള പ്രതിബദ്ധത, ജനാധിപത്യ മൂല്യങ്ങളോട് അവരുടെ കുടുംബങ്ങളിലും അവരുടെ സാമൂഹ്യ പ്രക്രിയകളിലും കാണിക്കുന്ന ബഹുമാനം, ഇതുകൊണ്ടൊക്കെയാണ് ക്രൈം കുറയുന്നത്. ഇനി ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം. പോലീസിൽ അഡ്വക്കേറ്റ് ആഷയ്ക്കൊക്കെ നല്ലപോലെ അറിയാം, പോലീസിൽ വളരെയധികം കാര്യങ്ങൾ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. 10-40 കൊല്ലം അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു, വളരെയധികം വിജയിച്ചു എന്നുള്ള ആത്മാഭിമാനം എനിക്കുണ്ട്. പക്ഷേ ഞാൻ പരിപൂർണമായിട്ട് തോറ്റ ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞാൽ ഞാനൊരു 10-20 കൊല്ലം, 1993 ശേഷം, അതാണല്ലോ ഒരു സീനിയർ ഓഫീസർ ആകുന്നത്. അതിനുശേഷം ഏതാണ്ട് 10-15 കൊല്ലത്താലും ഞാൻ എല്ലാവരോടും നിരവധി സർക്കുലറുകൾ, നിരവധി പ്രസംഗങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങളും എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. നിങ്ങൾ ആളുകളെ എടാ പോടാ എന്ന് വിളിക്കുന്നത് നിർത്തണം. ട്രാഫിക് പോയിന്റിൽ നിന്ന് ആളുകളെ ഭത്സിക്കരുത്. വണ്ടി ഓടിക്കുന്നവൻ ക്രിമിനലല്ല. ഇങ്ങനെയൊക്കെയുള്ള സാരോപദേശങ്ങൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് എഴുതിയും പറഞ്ഞും ചിലപ്പോൾ താക്കീത് ചെയ്തും ഭീഷണിപ്പെടുത്തിയും ഒക്കെ പല രൂപത്തിൽ ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇത് എൻ്റെ മാത്രം വിശേഷ വിഷയമല്ല. ഒരുപക്ഷെ ഏറ്റവും വളരെ ശക്തനായ പോലീസ് ഓഫീസ് DGP എന്ന് നമുക്ക് പറയാവുന്ന ശ്രീ KJ ജോസഫ്, അദ്ദേഹം പോലും ഇതേ സർക്കുലർ അദ്ദേഹം വീണ്ടും ഇറക്കുകയുണ്ടായി. ഇവിടുത്തെ ഒരു DGP-മാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഇക്കാര്യം. എനിക്ക് വന്നത് അടുത്ത കാലത്ത് നമ്മുടെ ഷെയ്ഖ് ദർവേഷ് സാഹിബും ഇതേ ഉത്തരവ് 10ാമത്തെ പ്രാവശ്യമായിട്ട് ഇതിറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളെല്ലാം പൂർണ്ണമായിട്ട്
ഇക്കാര്യത്തിൽ എടാ പോടാ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയം ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇതെന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, അതാണല്ലോ പരാജയത്തിലാണല്ലോ നമ്മൾ വിജയത്തിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കേണ്ടത്. വിജയത്തിൻ്റെ വഴി പരാജയത്തിലൂടെയാണല്ലോ. ബ്രൂസിനാണല്ലോ നമ്മുടെ മോഡൽ. അപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോലീസുകാർക്ക് എന്തോ ഒരു ബോധമുണ്ട്. ഈ അവരുടെ സ്റ്റാറ്റസിനെ സംബന്ധിക്കുന്ന ഒരാളുമായിട്ട് ഞാൻ നിയമം നടപ്പാക്കുന്ന ഉടനെ ഞാൻ അധികാരത്തിൻ്റെ പ്രകടമായ ഒരു പ്രയോഗത്തിലൂടെ മാത്രമേ നിയമം നടപ്പാക്കാൻ പാടുള്ളൂ. പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറയുന്നതിന് പകരം ഇരിക്കടാ എന്ന് പറഞ്ഞാലേ ആള്. സാർ ദയവായി ക്ഷമിക്കണം, നമ്മുടെ സെഷന്റെ സമയം കഴിയാറായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ട സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതെ, ഞാൻ ചോദിക്കാൻ വന്ന ലാസ്റ്റ് സാർ അത് പറഞ്ഞു കഴിഞ്ഞു. ഈ നമ്മുടെ പോലീസ് ഈ സാധാരണ ജനങ്ങൾക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ പോലീസുകാർ ട്രഡീഷണലി ഒരു അധികാരത്തിൻ്റെ ഭാവത്തിലിരുന്നാലേ ആളുകൾക്ക് പേടിയുണ്ടാവുകയുള്ളൂ, കുറ്റം ചെയ്യാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നൊരു സാറിൻ്റെയൊക്കെ ഒരു ജനറേഷനിൽ വരുന്നതാണ് CP ബാലൻ വൈദ്യർ. അദ്ദേഹം കോഴിക്കോട് ടൗണിൽ ചില പരീക്ഷണങ്ങൾ നടത്തായിരുന്നു. കുറച്ച് സാധനങ്ങൾ തെരുവിൽ വയ്ക്കും. സാർ ഓർമ്മയുണ്ടാവും, പത്രത്തിൽ ചീപ്പുണ്ടാവും, അന്ന് താക്കോലുണ്ടാവും, മറ്റ് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും. റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു ചീപ്പിനാണ് 5 പൈസ അല്ലെങ്കിൽ 10 പൈസ. വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പോൾ അത് ജനതയുടെ സത്യസന്ധത പ്രകടിപ്പിക്കാനായിട്ടാണ് ആ നാട്ടിലുള്ള. ഞാൻ പ്രധാന ചോദ്യം, ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ സ്റ്റാറ്റസ് ഉയർന്നെന്ന് പറയുന്ന 3-4 രാജ്യങ്ങൾ എടുത്തു പറയാറുണ്ട്. സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് പോലെ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ പോലീസ് ഫോഴ്സിന് അധികം ആ ഫോഴ്സ് ചെലുത്തേണ്ടി വരുന്നില്ല. ഇപ്പോൾ അവിടുത്തെയുള്ള പോലീസ് വ്യവസ്ഥയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മുടെ രാജ്യത്ത് 85% ലോകത്തിൽ തന്നെ മികച്ച പോലീസാണെന്ന് പറയുന്നത്. അത് അവിടെ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്പം നിലവിൽ? കോടതി ഇതൊക്കെ സ്റ്റേഷനുകൾ പൊളിച്ചു കളയുന്നു, പള്ളി പൊളിച്ചു കളയുന്നു, മതം കുറഞ്ഞു വരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു നിയമവസ്ഥയുടെ ചുരുക്കത്തിൽ സാറൊന്ന് പറഞ്ഞു. ശ്രീ CP ബാലൻ വൈദ്യർ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞത് വളരെ നന്നായി. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഏതാണ്ട് 10-20 വർഷക്കാലത്തെ പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പരീക്ഷണം കോഴിക്കോടിൻ്റെ കുന്നമംഗലം MLA ആയിരുന്നു. വലിയ നല്ല അദ്ദേഹം, ഞാൻ IG ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത്. കോഴിക്കോട്ടുകാരുടെ സത്യസന്ധത വളരെ രാംദാസ് വൈദ്യർ, അദ്ദേഹം നമ്മുടെ തെങ്ങേ കയറിയ ആളാണ് രാംദാസ് വൈദ്യർ. അദ്ദേഹവും എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഒരു കേസ് അന്വേഷിച്ചത് ശ്രീ രാംദാസ് വൈദ്യരുടെ ലോഡ്ജിലാണ്. അദ്ദേഹവും തെങ്ങുകയറ്റത്തിന് നമ്മുടെ കളക്ടറെ കൊണ്ട് തെങ്ങുകയറ്റം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ കോഴിക്കോട്ടുകാരുടെ സത്യസന്ധത വളരെ വളരെ ഫേമസാണ്. പക്ഷേ പോലീസിൻ്റെ ഈ മനോഭാവം വരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് നമ്പേഴ്സ്. ഞാൻ എൻ്റെ കൊച്ചുമക്കൾ പഠിക്കുന്ന ന്യൂസിലൻഡിലെ നഴ്സറി സ്കൂളിൽ പോയിട്ടുണ്ട്. അവിടെ 5 കുട്ടികളേ ഉള്ളൂ, 2 സാറുമാരും. 5 കുട്ടികൾക്ക് 2 ടീച്ചേഴ്സ് പോലും പറയാമല്ലോ. അവരുടെ കൂടെ തന്നെ കുട്ടികളും നിലത്തിരിക്കുന്നു, ടീച്ചേഴ്സും നിലത്തിരിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇവിടെ ചെന്നാൽ ഒരു 50 കുട്ടികളും ഒരു ടീച്ചറും. ഈ ടീച്ചർ എടാ ഇരിക്കടാ എന്ന് പറയാതെ കുട്ടികളെ ഇരുത്താൻ പറ്റുമോ? ഇതാണ് എൻ്റെ പ്രശ്നം. 50 കുട്ടികളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു, അമ്മയുടെ കൂടെ പോയാണ് ഞാൻ പഠിച്ചത്. 50 കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വല്പം സ്വരമുയർത്തി സംസാരിച്ചേ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ ക്ലാസ്സിൽ 5 കുട്ടികളും 2 അധ്യാപകരും ആണെങ്കിൽ ഒരു കുട്ടിയോടും നമ്മൾ സ്വരമുയർത്തി സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസിന് കൊടുക്കുന്ന വിഭവശേഷി ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ എത്ര പുതിയ പോലീസ് തസ്തികകൾ നിങ്ങൾ സൃഷ്ടിച്ചു. സൈബർ വെല്ലുവിളി നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ 3000 ഒന്നുമല്ല, ഞാൻ DGP ആയിരിക്കുമ്പോൾ തന്നെ 1.5 ലക്ഷമായി ഈ കേസ്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് 5-10 ഉള്ളൂ. 1.5 ലക്ഷം. കാരണം ഇപ്പോൾ കോടിക്കണക്കിനായിരിക്കും സൈബർ ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരാൾ നമ്മളെ തെറി പറയുന്ന ഒരു കുറ്റകൃത്യമാണ്. നമ്മളാരും പരാതി പറയുന്നില്ലെന്നേ ഉള്ളൂ.
അപ്പം 3 കോടി ആളുകൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് കേരളത്തിൽ. ഒരു അക്കൗണ്ടിൽ ഒരു തെറി ഒരു ദിവസം കൂട്ടിയാൽ എത്ര കഴിയുന്ന ആലോചിച്ചാൽ അപ്പോൾ ആലോചിച്ചാൽ മതി. അപ്പോൾ 3 കോടി കുറ്റകൃത്യങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊഗ്നൈസൻസിൽ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് ഹാവ് ടു ഹാവ് കപ്പാസിറ്റി ഫോർ ബിഗ് ഡേറ്റ അനാലിസിസ്. അത് വലിയ വലിയ സംവിധാനങ്ങൾക്ക് പോലുമില്ല. ഒരു BSSCക്ക് ശ്രീ സോംനാഥ് ചന്ദ്രനിലേക്ക് ഒരു പേടകം അയക്കുമ്പോൾ എത്രമാത്രം ബിഗ് ഡേറ്റ അനലൈസ് ചെയ്യണോ അതിൽ കൂടുതൽ ബിഗ് ഡേറ്റ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിലെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് ഗവൺമെൻറ് കൊടുക്കണം. ഗവൺമെൻറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൊടുക്കണം. ജനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ നികുതി കൊടുക്കണം. നികുതി കൂട്ടിയാൽ ഞങ്ങൾ നികുതി കൊടുക്കുന്നില്ല എന്ന് പറയരുത്, ഞങ്ങൾ നികുതി നിഷേധിക്കുന്നു പറയും. ഇതാണ് എൻ്റെ പ്രശ്നം. റിസോഴ്സ്, ദറ്റ്സ് എ വെരി ബിഗ് റിസോഴ്സ് ക്രഞ്ച്. നമ്മൾ ചന്ദ്രനിൽ ആളെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കണം. സൈബർ ലോകത്ത്, സൈബർ സ്പേസിൽ ഇന്ന് ഫിസിക്കൽ ലോകത്ത് റോഡിൽ കൂടി പോലീസ് പെട്രോൾ ചെയ്യുന്നത് പോലെ സൈബർ ലോകത്ത് വെർച്വൽ വേൾഡിൽ റിയൽ ടൈം പോലീസിങ് സൈബർ ലോകത്ത് പോലീസ് നടത്തണം. ഇതിനെന്തുമാത്രം വിഭവശേഷി വേണം, എത്രമാത്രം ഉപകരണങ്ങൾ വേണം, എത്രമാത്രം അനലിറ്റിക്കൽ സ്കില്ല് വേണം. തീർച്ചയായിട്ടും സാർ. അപ്പോൾ വിഭവശേഷിയുടെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അങ്ങനൊരു കടുംപിടുത്തമൊക്കെ വേണ്ടി വരുന്നത് എന്നാണ് സാർ പറയുന്നത്. നമ്മുടെ സെഷൻ അവസാനിക്കാൻ പോകുന്നുണ്ട്. അതിന് തൊട്ട് മുൻപ് അഡ്വക്കേറ്റ് ആഷയ്ക്ക് 2 വാക്ക് പറയാനുണ്ട്. സീനിയർ പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്ന തെറ്റായ ഓർഡറുകൾ താഴെയുള്ള പോലീസുകാർ ചെയ്യേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല എന്ന് TT ആൻ്റണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പറയുന്നുണ്ട്. സുപ്പീരിയർ ഓർഡേഴ്സ് ഒരാളെ കൊല്ലാൻ പറഞ്ഞിട്ട് വെടിവെക്കാൻ പറഞ്ഞാൽ വെടിവെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ അത്തരം ഈ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന സീനിയർ ഓഫീസേഴ്സ് ഡിഗ്നിറ്റിയെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റിനെ ഹനിക്കുന്നുണ്ടെങ്കിൽ, ജൂനിയർ ഓഫീസേഴ്സും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റ് ഓഫീസേഴ്സിനും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഈ ലിബർട്ടിയും ഇക്വാളിറ്റിയും എല്ലാം തന്നെ അതിനു വേണ്ടിയുള്ളതാണ്. സൈബർ പട്രോളിംഗ് ഓൾറെഡി നടക്കുന്നതിൻ്റെ ഭാഗമായി കേരള പോലീസ് 1475 വെബ്സൈറ്റുകൾ 188 മൊബൈൽ ആപ്ലിക്കേഷൻസും ടേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈബർ പട്രോളിംഗ് ഈസ് ഗോയിങ് ഓൺ. പക്ഷെ അത് ഇനിയും ഒരു കൂടുതൽ രീതിയിൽ പോകണം. ഈ പോലീസ് പേഴ്സൺ പോപ്പുലേഷൻ്റെ റേഷ്യോ ഇപ്പോഴും 60,000 പോലീസുകാരേ ഉള്ളൂ. നമുക്ക് 5 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. പോലീസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടേണ്ടതുണ്ട്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ടെക്നോളജിക്കലി ആ രീതിയിൽ അറിവുള്ള ആളുകളെ കൊണ്ടുവരണം പോലീസിലേക്ക്. അത്തരം രീതിയിൽ പോലീസിനെ ഈ മസിൽ മാത്രമല്ല, കായികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത രീതിയിലും കൂടിയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് പോലീസിങ് വരേണ്ടതുണ്ട്. ഇപ്പം AI ക്യാമറകൾ മതി, റോഡിൽ നിന്ന് തെറി വിളിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മളെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് നമ്മുടെ ബുക്കും പേപ്പറും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വണ്ടിയുടെ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ ഡിജി ലോക്കിൽ നമ്മളുടെ എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളും ചെയ്യണം, അത് പോലീസും അറിയണം. അങ്ങനെ ടെക്നോളജീനെ ക്രൈം ചെയ്യാൻ വേണ്ടി മാത്രമല്ല അത് യൂസ് ചെയ്യാൻ സാധിക്കണം. എന്നിരുന്നാലും പോലീസ് കേരള പോലീസാണ്, മിടുക്കന്മാരുണ്ട്. ക്രൈം ഇൻവെസ്റ്റിഗേഷനും ലോ ആൻഡ് ഓർഡറും മാറ്റിയേ മതിയാകൂ. സാറ് തുടങ്ങി വെച്ചു, സർക്കാർ അത് കേട്ടേ മതിയാവൂ. കൂടുതൽ സ്ട്രെങ്ത്ത് പോലീസിന് നൽകിക്കൊണ്ട് നമ്മളുടെ നേരെയുള്ള ഇൻഹ്യൂമൻ ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ചർച്ച. അതാണ് വളരെ നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ പരമപ്രധാനമാണ് എന്ന് ഭരണഘടന പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മിയർ ആനിമൽ എക്സിസ്റ്റൻസ് അല്ല, ബട്ട് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നത് ഓർക്കണം. ഭരണഘടനയെയാണ് അനുസരിക്കേണ്ടത് എന്നാണ് പോലീസുകാർ മനസ്സിലാക്കേണ്ട കാര്യം. അവരുടെ ആപ്തവാക്യത്തിൽ പോലും അതാണ്, ഞാൻ ഭരണഘടനയെ അനുസരിക്കുമെന്നാണ്, സുപ്പീരിയർ ഓർഡേഴ്സ് അനുസരിക്കുമെന്നല്ല. അതാണ് നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായിട്ടുള്ളത്.